അല്ല മോളെ, അതിനെന്താ ഒരു മാർഗം? ആക്സിഡന്റ്. ആക്സിഡന്റ് പറ്റി കയ്യോ കാലോ അനക്കാൻ പറ്റാത്ത വിധത്തിൽ അവള് മാസങ്ങളോളം കിടക്കണം. അവളുടെ ആറ്റുവാശ്ശേരി സദ്യയും മുടങ്ങും, ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കാൻ പറ്റാതെ കിടന്ന് നരകിക്കുകയും ചെയ്യും. കാര്യം നല്ലതാ, പക്ഷേ ആരും അറിയാതെ വേണം ചെയ്യാൻ. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഇവളെ വെറുതെ വിട്ട് മടങ്ങിയാലേ നമുക്കിനി ഉറക്കം കിട്ടില്ല മുത്തശ്ശി. എന്തിനാടി ഇങ്ങനെ ഓടിച്ചു പോന്നേ? ഇവളെ ഇനി എപ്പ ഇഴിച്ചു കൊല്ലാനാ? ആറ്റുവാശ്ശേരി തിരിച്ചെത്തിയിട്ടോ? ഞാൻ എന്ത് ചെയ്യാനാ മുത്തശ്ശി? ആളൊഴിഞ്ഞൊരിടം കിട്ടണ്ടേ? അല്ലെങ്കിൽ നമുക്ക് തന്നെയല്ലേ ബുദ്ധിമുട്ട്. മുത്തശ്ശി, ഇവിടെ ആരുമില്ലെന്ന് തോന്നുന്നു. ഇതാരാ ഈ അമ്പലം കൊണ്ട് വഴി വെച്ചത്? ഇനി ആ നിൽക്കും അവള്. വിടരുതടി മോളെ, അവിടുന്ന് ഇറങ്ങുമ്പോ തീർത്തോണം. വിട്ടോ വിട്ടോ. അങ്ങോട്ടാ? നീ ഇതെവിടെ പോവാ? അവൾ അങ്ങോട്ടാ പോയേ. മുത്തശ്ശി, ഇതുവഴി ഒന്ന് വളഞ്ഞു പിടിച്ചാലേ അവളുടെ മുമ്പിലെത്താം. ഇപ്പൊ കാണിച്ചു തരാം. മോളെ, എന്തെങ്കിലും പറ്റിയോ നിനക്ക്? മോളെ, കൈ നല്ല വേദന. മുത്തശ്ശി, എന്തെങ്കിലും പറ്റിയോ? അയ്യോ മുത്തശ്ശി,
നിന്നെ ഇന്ന് ഓ, ഡീ, എവിടെ നോക്കിയാടി നീ വണ്ടി ഓടിക്കുന്നേ? എന്തെങ്കിലും പറ്റിയോ? പറ്റിയോ? ഇറങ്ങ് ഇറങ്ങ്. എന്റെ കൈ. ഇവള് ഈ വണ്ടിയുടെ മുമ്പിൽ കിടന്ന് അഭ്യാസം കാണിച്ചുകൊണ്ടാ ഞങ്ങളുടെ വണ്ടിക്ക് കുഴപ്പമുണ്ടായത്. ഞാൻ എന്ത് കാണിച്ചു? നിനക്ക് വല്ലതും പറ്റിയോടി? എന്റെ കൈക്ക് വല്ലാത്ത വേദന മുത്തശ്ശി. കൈ ഒടിഞ്ഞു എന്നാ തോന്നുന്നു. എന്റെ മോള് സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുന്ന പെണ്ണ. അവളുടെ കൈക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദേ നിന്നെ ഞാൻ അഴിയണ്ടിക്കും. ഈ അപകടം നീയായിട്ട് ഉണ്ടാക്കി വെച്ചതാ. അതുകൊണ്ട് ഇവളുടെ കൈക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ദേ അതിനുള്ള നഷ്ടപരിഹാരം നീ തരണം. ഞാനോ? വണ്ടി നന്നാക്കി തരണം. പിന്നെ ഞങ്ങളുടെ സിനിമ മുടങ്ങിയ അതിനുള്ള നഷ്ടവും തരണം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഉം. നിങ്ങൾ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് വണ്ടി ഓടിച്ചാ പിന്നെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യാനാ? നിന്നോട് ഇങ്ങനെ പറഞ്ഞാ ശരിയാവില്ല. നിന്റെ വണ്ടി എവിടെ? ദേ, ഈ പെണ്ണുപിള്ള ഇത് എവിടെ പോണു? ഇന്ന് അപ്പോഴേ പെണ്ണുപിള്ളേ നിങ്ങൾ കാല് താഴ്ത്തി മര്യാദക്കൊന്ന് നിന്നേ. ഈ പെങ്കൊച്ചിനോട് ആവശ്യമില്ലാതെ ഉടക്കാനം കാണാൻ പോയിട്ടുണ്ടെങ്കിലേ വിവരം അറിയും നിങ്ങള്. പിന്നെ നിങ്ങൾ വന്ന സ്പീഡ് ഞങ്ങൾ കണ്ട്. ആ സ്പീഡിൽ വന്ന് ഇടിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും ജീവനോട് നിൽക്കുന്നല്ലോ, അത് തന്നെ നിങ്ങളുടെ ഭാഗ്യം. മുത്തശ്ശി, കൈ വേദനിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല. എടി മോളെ, ദാ നമ്മുടെ ഷൂട്ടിങ്ങുകാരെ ആരെങ്കിലും വിളിച്ചിട്ട് വണ്ടിയും കൊണ്ടുവരാൻ പറ. എന്റെ പൊന്നുമോളെ, മോള് വെക്കും. ഇവരഹങ്കാരം കാണിക്കുന്നതിന് മോൾ എന്ത് തെറ്റ് ചെയ്തു? മുത്തശ്ശി, അവരെ ആരെയും വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് കൈ വേദനിച്ചിട്ട് വയ്യ. കൈ വിട്ടുപോകുന്ന പോലെ തോന്നുക. എടോ, ഇവിടെ എവിടെയെങ്കിലും ഒരു വണ്ടി കിട്ടുമോ എന്റെ മോളെ ആശുപത്രി കൊണ്ടുപോകാൻ? അതെ, ഇവിടെ വണ്ടിക്ക് സ്റ്റാൻഡ് ഒന്നുമില്ല. ഏതെങ്കിലും വണ്ടി ഇതുവഴി പോയാ പിടിച്ചു നിർത്താവുന്നുള്ള അല്ലാതെ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. എപ്പോഴെങ്കിലും ഒരു വണ്ടി വരുമ്പോ കൊണ്ടുപോയാൽ മതിയെന്നേ. അഹങ്കാരം കാണിച്ചതല്ലേ, കുറച്ചൊന്ന് അനുഭവിക്കട്ടെ. ചേട്ടാ, അടുത്തുള്ള വീട്ടിൽ എവിടെയെല്ലാം വണ്ടി ഉണ്ടാവോ? എന്റെ പൊന്നുമോളെ, ഇല്ലാന്ന് പറഞ്ഞില്ലേ? അതുമല്ല, ഇവരുടെ കാര്യത്തിൽ മോൾ എന്തിനു താല്പര്യം കാണിക്കുന്നത്? അവരെങ്ങനെയാന്ന് വെച്ചപ്പോ കോട്ടെ. അങ്ങനെയല്ലല്ലോ ചേട്ടാ. അതെ, സ്കൂട്ടറിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാം. അതൊന്നും വേണ്ട. നിന്റെ വണ്ടിയിലെ എന്റെ മോൾ എന്തിനാ കയറുന്നേ? അവളുടെ സ്റ്റാറ്റസ് അതാണോ? എന്നാ പിന്നെ സ്റ്റാറ്റസ് ഉള്ള വണ്ടി കയറിയാ മതി. ആ, ആ